ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇന്നത് ചെയ്യും എന്ന് ദൈവം അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തടയാൻ ആർക്കും കഴിയുകയില്ല. ഒരു പിശാചിനും അതിനെ തടയാൻ കഴിയുകയില്ല. ഒരു മന്ത്രവാദത്തിനും അതിനെ തടയാൻ കഴിയത്തില്ല. ഒരു ആഭിചാരത്തിനും അതിനെ തടയാനൊക്കത്തില്ല. ഒരു പ്രതികൂലത്തിനും അതിനെ തടയാനൊക്കത്തില്ല. കാര്യം ഞാൻ എന്റെ നിയമത്തെ ലംഘിക്കുകയോ എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിനെ ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല. ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് പറയാം, ദൈവത്തിന്റെ ഒരു ക്വാളിറ്റി, ദൈവത്തിന്റെ ഒരു പ്രത്യേകത, അവൻ എന്തെങ്കിലും കാര്യങ്ങൾ അറിയിച്ചാൽ ആ അറിയിച്ച കാര്യത്തെ ദൈവം നിവർത്തിക്കാതെ വിടുകയില്ല. ആമേൻ, ഹല്ലേലൂയ. ദൈവം നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം അറിയിച്ചിട്ടുണ്ടെങ്കിൽ ആ അറിയിച്ചതായ കാര്യം നിവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആമേൻ. അങ്ങനെ നിവർത്തി കണ്ടവരാണ് നമ്മുടെ നടുവിലിരിക്കുന്നത്. യേശുവേ, ഹല്ലേലൂയ. ഒത്തിരി വിഷയങ്ങളിൽ ഭാരപ്പെട്ടപ്പോഴും ഭാരത്തിനുള്ള മറുപടി സ്വർഗത്തിലെ ദൈവം നൽകി. തലമുറകളോടുള്ള വാഗ്ദത്തം ദൈവം നിവർത്തിച്ചിട്ടുണ്ട്. നമ്മളോടുള്ള വാഗ്ദത്തം ദൈവം നിവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ വീടിനോടുള്ള വാഗ്ദത്തം ദൈവം നിവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ പലവിധ വിഷയങ്ങളിൽ നമ്മളോട് അറിയിച്ച ദൈവ വാഗ്ദത്തം ദൈവം നിവർത്തിച്ചിട്ടുണ്ട്. ഇനി നിവർത്തിക്കേണ്ടുന്നതിനായി കാത്തിരിക്കുന്നവരറിയുക, അത് മാറിപ്പോകില്ല. വാഗ്ദത്തം സമയത്തിന്റെ തികവിൽ നിന്റെ അടുക്കലേക്ക് അത് വന്നു ചേരും. വാഗ്ദത്തം മാറിപ്പോകാത്തതാണ്. ഹല്ലേലൂയ. എന്താണ് വാഗ്ദത്തം? എന്താണ് ദൈവം അറിയിക്കുന്ന വാഗ്ദാനം? ഇതും കൂടെ മനസ്സിലാക്കിയിട്ടാണ് പതുക്കെ ചില കാര്യങ്ങൾ നിങ്ങളുടെ മധ്യേ ദൈവജനത്തെ ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നത്. വാഗ്ദാനം എന്ന് പറയുന്നത് നമുക്കറിയാം, രണ്ടുപേർ ചേർന്നുള്ള ഒരു ഉടമ്പടിയോ അല്ലെങ്കിൽ രണ്ടുപേർ ചേർന്നുള്ള ഒരാൾക്ക് പ്രയോജനകരമാകുന്ന ഒരു കാര്യത്തോടുള്ള ഒരു എഗ്രിമെന്റ് ആണ് വാഗ്ദാനം, അല്ലേ? അതാണ് വാഗ്ദാനം. ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കരങ്ങളെ ഒന്ന് ഉയർത്തി യേശുവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ഒരുത്തന് മാത്രം കൈകാര്യം ചെയ്യേണ്ടതായ ഒരു കാര്യമല്ല ഈ വാഗ്ദാനം അല്ലെങ്കിൽ വാഗ്ദത്തം. രണ്ടുപേർ ചേർന്നുള്ള ഒറ്റ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒന്നാണ് വാഗ്ദത്തം. അല്ലേ? ഒരു വാഗ്ദത്തം യേശു പറഞ്ഞത് ഞാൻ പറയാം. യേശു പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ ഒടുവിൽ, ഞാൻ നിങ്ങളെ ഒരു നാള് കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഇത് യേശു പറയുമ്പോൾ കേൾവിക്കാരായിരിക്കുന്ന യേശുവിൽ വിശ്വസിക്കുന്നവർക്കുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. യേശുവും തന്റെ ജനവും തമ്മിലുള്ള വാഗ്ദത്തം, രണ്ടുപേർ തമ്മിൽ ഉറപ്പിക്കപ്പെടുന്ന ഒരു തീരുമാനമാണ് വാഗ്ദത്തം. ദൈവമക്കൾക്കുള്ള വാഗ്ദത്തം ദൈവവും നീയും തമ്മിലുള്ള, നിന്നോട് ദൈവം സംസാരിച്ച കാര്യങ്ങളിലുള്ള ഒരു തീരുമാനത്തിന്റെ ഉറപ്പ് ഈ വാഗ്ദാനത്തിന്റെ മേൽ കിടപ്പുണ്ട്. ഒരു ഉറപ്പ് ഇന്ന് പകലിൽ എത്ര പേർക്ക് പറയാൻ പറ്റുന്നുണ്ട്? അവൻ എന്നോട് അറിയിച്ച കാര്യങ്ങൾ ഉറപ്പായിട്ടും അത് സംഭവിക്കും. അവൻ എന്നോട് അറിയിച്ചത് എന്റെ ജീവിതത്തിൽ ഇനിയും നടക്കാനുള്ളത് നടന്നിരിക്കും.
ഈ വാഗ്ദത്തം മാറിപ്പോകാത്തതാണ്. അടുത്തുള്ളവരൊക്കെ കൈ കൊടുത്തു പറ, ഈ വാഗ്ദത്തം മാറിപ്പോകില്ല. മാറിപ്പോകാത്ത വാഗ്ദത്തം. ദൈവം ഒരു കാര്യം അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറിപ്പോകാതെ നിന്റെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഹല്ലേലൂയ. അപ്പൊ വാക്യത്തിൽ തന്നെ അത് കിടപ്പുണ്ട്. എന്താണ് അത്? ഒന്നുകൂടെ നമുക്ക് വായിക്കാം. ദൈവം പറയുകയാണ്, ഞാൻ എൻ്റെ നിയമത്തെ ലംഘിക്കുകയില്ല. ഒരു കാര്യം ഞാൻ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാതെ ഞാൻ വിടുകയില്ല. എന്റെ നിയമം ഒരിക്കലും ഞാൻ ലംഘിക്കത്തില്ല. അടുത്തത്, എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിനെ, അതെത്ര വലിയ വാക്തത്വമാണ്. എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിനെ ഞാൻ ഭേദം വരുത്തത്തില്ല. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇന്നത് ചെയ്യും എന്ന് ദൈവം അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തടയാൻ ആർക്കും കഴിയുകയില്ല. ഓ, ആ കരവ നാട്ടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറഞ്ഞേ, ആർക്കും അതിനെ തടയാൻ കഴിയുകയില്ല. ഒരു പിശാചിനും അതിനെ തടയാൻ കഴിയുകയില്ല. ഒരു മന്ത്രവാദത്തിനും അതിനെ തടയാൻ കഴിയത്തില്ല. ഒരു ആഭിചാരത്തിനും അതിനെ തടയാനൊക്കത്തില്ല. ഒരു പ്രതികൂലത്തിനും അതിനെ തടയാനൊക്കത്തില്ല. കാര്യം നിന്റെ മേൽ വാഗ്ദത്തം അറിയിക്കുന്നത് ദൈവമാണ്. ദൈവം പറഞ്ഞു, എന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതിനെ ഞാൻ ഭേദം വരുത്തുകയില്ല. ഈ 2024 ആശയോടെ ഇന്ന് പകൽക്കാലം ഒന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാട്ടെ, ഭേദം വരുത്താതെ എന്റെ മേലുള്ള വാഗ്ദത്തം നിവർത്തിയാകും. അതിന് ഭേദം വരികയില്ല. വാഗ്ദത്തം നിവർത്തിക്കായി കാത്തിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ അത് അങ്ങനെ തന്നെ ജീവിതത്തിൽ വന്നു ചേരും.